നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയിൽ ഏറ്റവും കുറഞ്ഞത് 100 ബില്യൺ നക്ഷത്രങ്ങളെങ്കിലുമുണ്ട്. ദൃശ്യപ്രപഞ്ചത്തിൽ ചെറുതും വലുതുമായ ഏകദേശം 2 ട്രില്യൺ താരാപഥങ്ങളുണ്ട്. ഈ താരാപഥങ്ങൾക്കുള്ളിൽ ഏകദേശം 200 ബില്യൺ ട്രില്യൺ നക്ഷത്രങ്ങളാണുള്ളത്. ഈ സംഖ്യയുടെ വ്യാപ്തി ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ഇത് നക്ഷത്രങ്ങളുടെ മാത്രം എണ്ണമാണ്. നമുക്കറിയാം, നക്ഷത്രങ്ങൾക്ക് ചുറ്റിലും ഗ്രഹങ്ങളുമുണ്ട്. മിക്കവാറും ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, അതെ, നമ്മൾ ഒറ്റയ്ക്കാണ് എന്ന് നമുക്ക് മറുപടി പറയുവാൻ സാധിക്കുമോ? ആയിരക്കണക്കിന് സ്ഥിരീകരിച്ചിട്ടുള്ള അന്യഗ്രഹങ്ങളിൽ ഭൂമിയോട് സാമ്യമുള്ള അനേകം ഗ്രഹങ്ങളുണ്ട്. നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്ന ബഹിരാകാശത്തിൽ ഇത്രയും വലിയ ഗ്രഹങ്ങളുടെ എണ്ണം വാസയോഗ്യമല്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരുപക്ഷെ ആയിരിക്കും. മനുഷ്യ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള ഈ വലിയ ചോദ്യത്തിൻ്റെ പ്രാധാന്യവും ആഴവും എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ഇന്ന് ഈ ചോദ്യത്തിന് ചില ഉത്തരങ്ങൾ കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. കാരണം നമ്മൾ കേൾക്കാനും കാണാനും മനസ്സിലാക്കാനും പോകുന്ന ചില കാര്യങ്ങൾ അമ്പരപ്പിക്കുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു ഗ്രഹത്തിൽ വളരെ സങ്കീർണമായൊരു ഫോസിലിനെ കണ്ടെത്തുന്നത് എന്തുകൊണ്ടാണ് ഏറ്റവും മോശമായ വാർത്തയാകുന്നത്? നമ്മളൊരു ബഹിരാകാശ സംരക്ഷിത പ്രദേശത്തിൻ്റെ ഭാഗമായിരിക്കുമോ? അതോ നമ്മൾ ഏതെങ്കിലും ഒരു സൂപ്പർ കമ്പ്യൂട്ടറിലെ ഒരു കഥാപാത്രമാണോ? ചില വസ്തുതകൾ നിങ്ങളെ ഞെട്ടിച്ചേക്കാം. ഇതെല്ലാം നമ്മൾ കാണാൻ പോവുകയാണ്. ഈ വലിയ ചോദ്യത്തിൻ്റെ പല ഉത്തരങ്ങളും ഇന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല സിദ്ധാന്തങ്ങളും രൂപമെടുക്കാൻ തുടങ്ങിയത് ഒരത്താഴ സമയത്ത് നടന്ന ചെറിയൊരു സംസാരത്തിൽ നിന്നുമാണ്. 1950 ഒരു ദിവസം ഭൗതികശാസ്ത്രജ്ഞന്മാരായ എമൈൽ കൊണോപിസ്കി, എഡ്വേർഡ് ടെല്ലർ, ഹ്യൂബർട്ട് യോർക്ക്, ലോകത്തിലെ ആദ്യത്തെ ആണവ റിയാക്ടറിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ഇറ്റാലിയൻ വംശജനായ അമേരിക്കൻ ഭൗതികശാസ്ത്രജ്ഞർ എൻറിക്കോ ഫെർമി എന്നിവർ യൂണിവേഴ്സിറ്റിയിൽ അത്താഴത്തിന് ഒത്തുകൂടി. അക്കാലത്ത് വളരെ ജനപ്രിയമായ ഒരു വിഷയമായിരുന്ന UFO കണ്ടുവെന്ന നിരവധി ദൃക്സാക്ഷികളുടെ വിവരണങ്ങളെക്കുറിച്ച് അവർ ആദ്യം ചർച്ച ചെയ്യാൻ തുടങ്ങി. ഭൗതിക വസ്തുക്കൾക്ക് പ്രകാശത്തിൻ്റെ വേഗതയേക്കാൾ സഞ്ചരിക്കാൻ കഴിയുമോ എന്നതിലേക്ക് അവരുടെ സംസാരം തിരിഞ്ഞു. അപ്പോൾ ഫെർമി എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ബാക്കിയെല്ലാവരും എവിടെയാണ്? ശരിക്കും ബാക്കിയെല്ലാവരും എവിടെയാണ്? എന്തുകൊണ്ടാണ് അന്യഗ്രഹ നാഗരികതകൾ നമ്മളുമായി ബന്ധപ്പെടാത്തത്? നമ്മുടെ ടെലിവിഷൻ, റേഡിയോ പ്രോഗ്രാമുകൾ എന്നിവയിലൂടെ ഏകദേശം 100 വർഷത്തോളമായി നമ്മൾ ബഹിരാകാശത്തേക്ക് സിഗ്നലുകൾ അയക്കുന്നുണ്ട്. അന്യഗ്രഹ നാഗരികതകൾക്കായി തികച്ചും നിഷ്കളങ്കമാണെങ്കിലും ധൈര്യപൂർവ്വമുള്ള സിഗ്നലുകൾ നമ്മൾ മനഃപൂർവ്വം അയച്ചിട്ടുമുണ്ട്. അതിലുപരി സെറ്റി എന്നറിയപ്പെടുന്ന സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ് എന്ന ഐതിഹാസിക പ്രോഗ്രാമിൻ്റെ ഭാഗമായി പ്ലൂർട്ടോ റിക്കോയിലെ അരസിബോ ഒബ്സർവേറ്ററി സ്ഥിരീകരിച്ച സിഗ്നലുകൾ തിരിച്ചറിയുവാൻ നമ്മൾ ആയിരക്കണക്കിന് ബഹിരാകാശ താൽപ്പര്യക്കാരെ ഇൻ്റർനെറ്റിൽ ബന്ധിപ്പിച്ചു. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. മൗനം മാത്രം. ഹ്യൂബർട്ട് യോർക്കിൻ്റെ അഭിപ്രായത്തിൽ ഫെർമി കൂടുതൽ കൃത്യമായ കണക്കുകൂട്ടലുകൾ നടത്തി. ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങളുടെ സാധ്യത, അവയിൽ ജീവനുണ്ടാകാനുള്ള സാധ്യത, ബുദ്ധിയുള്ള ജീവവർഗങ്ങൾ വികസിച്ചു വരുവാനുള്ള സാധ്യത തുടങ്ങി അദ്ദേഹം പല കാര്യങ്ങളെയും പരിഗണിച്ചു. അതിൻ്റെ ഫലമായി അന്യഗ്രഹജീവികൾ വളരെ കാലം മുന്നേ ഭൂമിയിൽ ഒന്നിലധികം തവണ വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം നിഗമനം നടത്തി. എന്തുകൊണ്ടാണ് അത് ഇന്ന് സംഭവിക്കാത്തത് എന്ന് വിശദീകരിക്കുവാൻ ഫെർമി ഒരേ സമയം നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതായി യോർക്ക് പറയുന്നു. ഒന്നുകിൽ നക്ഷത്രാന്തര യാത്രകൾ അസാധ്യമാണ്, അല്ലെങ്കിൽ അവ അതിനുള്ള പ്രയത്നത്തിന് മൂല്യമുള്ളതല്ല, അല്ലെങ്കിൽ സാങ്കേതികമായി പുരോഗമിച്ച നാഗരികതകൾക്ക് അധികകാലം നിലനിൽപ്പില്ല. എന്നാൽ ഫെർമി അന്ന് വോം ഹോളുകളെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ എല്ലാവരുടെയും അപ്പാർട്ട്മെൻറ്റുകളിൽ ഒരു വോം ഹോൾ ഉണ്ടാക്കുവാനും ആകാംക്ഷയോടെയുള്ള ഏതോ അന്യഗ്രഹ ജീവികളുടെ കണ്ണുകളോ മറ്റിന്ദ്രിയങ്ങളോ നമ്മെ നിരീക്ഷിക്കുന്നുണ്ടായിരിക്കും എന്നുവരെ അദ്ദേഹം പറഞ്ഞേനെ. ഒരുപക്ഷെ ഒരു വലിയ സഹോദരൻ നമ്മെ ഇപ്പോഴും നിരീക്ഷിക്കുന്നുണ്ടാകാം. ശാസ്ത്രജ്ഞർ ഇതിനോടകം വോം ഹോളുകളുടെ സാധ്യതകളെക്കുറിച്ച് ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്. അവ എങ്ങനെ നിർമ്മിക്കുവാൻ സാധിക്കും എന്ന് പഠിക്കുവാൻ നമ്മുടെ സാങ്കേതികവിദ്യ ഒരല്പം കൂടെ പുരോഗമിച്ചാൽ മാത്രം മതി. പക്ഷേ വീണ്ടും അതേ ചോദ്യം ഉയരുകയാണ്, അവരെല്ലാവരും എവിടെയാണ്? എന്തായാലും ഹ്യൂബർട്ട് യോർക്കിൻ്റെ അഭിപ്രായത്തിൽ ഫെർമിയുടെ നിഗമനങ്ങൾ അത്ര തന്നെ പ്രസക്തമായ ഡ്രേക്ക് സമവാക്യം, അന്യഗ്രഹ നാഗരികതകളെക്കുറിച്ചുള്ള തുടർന്നുള്ള ദീർഘകാല ചർച്ചകൾ,
അവരെല്ലാവരും എവിടെയാണ് എന്ന ശാശ്വത ചോദ്യം എന്നിവയുടെ മുന്നോടിയായിരുന്നു. ഫെർമിയുടെ ആശയങ്ങൾക്ക് 10 വർഷങ്ങൾക്ക് ശേഷം സാന്റാക്രൂസിലെ കാലിഫോർണിയൻ സർവകലാശാലയിലെ ജ്യോതിശാസ്ത്ര ജ്യോതിർഭൗതിക പ്രൊഫസറായ ഡോക്ടർ ഫ്രാങ്ക് ഡൊണാൾഡ് ഡ്രേക്ക് ഈ ചോദ്യത്തിനെ സമഗ്രമായി സമീപിക്കുവാൻ തീരുമാനിച്ചു. താരാപഥത്തിൽ മനുഷ്യൻ ബന്ധപ്പെടാൻ സാധ്യതയുള്ള അന്യഗ്രഹ നാഗരികതകളുടെ എണ്ണം നിർണ്ണയിക്കുവാൻ രൂപകൽപ്പന ചെയ്ത തൻ്റെ പ്രസക്തമായ സമവാക്യം അദ്ദേഹം ആവിഷ്കരിച്ചു, ഡ്രേക്ക് ഇക്വേഷൻ. ഈ സമവാക്യം ലഭിച്ചത് നക്ഷത്ര രൂപീകരണ നിരക്ക്, ഗ്രഹങ്ങളുള്ള നക്ഷത്രങ്ങളുടെ അനുപാതം, ഗ്രഹങ്ങളിൽ ബുദ്ധിയുള്ള ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത എന്നിവയെല്ലാം പരിഗണിച്ചാണ്. മൊത്തത്തിൽ 7 പാരാമീറ്ററുകളാണ് ഈ സമവാക്യത്തിൽ ഉണ്ടായിരുന്നത്. തീർച്ചയായും ഈ പാരാമീറ്ററുകളിൽ ഭൂരിഭാഗവും നമുക്ക് യാതൊരു അറിവുമില്ലാത്തവയാണ്. എന്നാൽ ഡ്രേക്ക് സമവാക്യം രൂപപ്പെടുത്തിയത് ഇത് പരിഹരിക്കാനോ ഉത്തരം കണ്ടെത്താനോ അല്ല, മറിച്ച് ഈ വിഷയം നിരന്തരം ചർച്ചകളിൽ നിലനിർത്താൻ വേണ്ടി മാത്രമായിരുന്നു. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. കഴിഞ്ഞ 70 വർഷക്കാലമായി ഫെർമി പാരഡോക്സിനെയും അതിൻ്റെ പ്രതിഫലനമായ ഡ്രേക്ക് സമവാക്യത്തെയും പിന്തുണയ്ക്കുന്ന നിരവധി സിദ്ധാന്തങ്ങളും ഊഹാപോഹങ്ങളും ഹൈപ്പോത്തിസിസുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് എല്ലാവരും? എന്തുകൊണ്ടാണ് നമുക്ക് ആരെയും കേൾക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് നമ്മെ ആരും കേൾക്കാത്തത്? ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഫ്യൂച്ചർ ഓഫ് ഹ്യൂമാനിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റോബിൻ ഡി ഹെൻസൺ രൂപകൽപ്പനപ്പെടുത്തിയ ദ ഗ്രേറ്റ് ഫിൽറ്റർ സിദ്ധാന്തം. മനുഷ്യരാശിക്ക് ഒന്നെങ്കിൽ ഭൂതകാലത്തിലോ ഭാവിയിലോ വെല്ലുവിളിയാകുവാൻ സാധ്യതയുള്ള ഒരു സാങ്കല്പിക തടസ്സമാണിത്. മനുഷ്യൻ്റെ പരിണാമം ഇതുവരെ എത്ര എളുപ്പമായിരുന്നോ അത്രയും മോശമായ ഒരു വിധി നമുക്ക് ഭാവിയിൽ ഉണ്ടായേക്കാമെന്ന് ഈ സിദ്ധാന്തം നിഗമനം ചെയ്യുന്നു. അതത്ര വ്യക്തമായി തോന്നുന്നില്ല, അല്ലേ? അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യത്തിന് തെളിവുകൾ കാണാത്തതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാങ്കേതികമായി പുരോഗമിച്ച അന്യഗ്രഹ നാഗരികതകളുടെ നിലനിൽപ്പിനായുള്ള ഉയർന്ന കണക്കാക്കിയ സാധ്യതയെ ഹെൻസൺ ചോദ്യം ചെയ്തു. അജ്ഞാത ഘടനകൾക്ക് ജീവരൂപങ്ങളുടെ ഉദയത്തിൻ്റെയും വളർച്ചയുടെയും സാധ്യത കുറയ്ക്കുവാൻ കഴിയും. അതിൻ്റെ ഫലമായി ഒരു നാഗരികതയുടെ ശരാശരി ആയുസ് ഒരേ ചരിത്രപരമായ കാലഘട്ടത്തിലും എത്തിപ്പെടുവാൻ കഴിയുന്ന ബഹിരാകാശ മേഖലയിലും സന്ധിക്കുവാൻ കഴിയാത്ത അത്രത്തോളം ചെറുതായിരിക്കും. പെട്ടെന്ന് മനസ്സിലാകുന്നതിനു വേണ്ടി ഇതിനെ വെള്ളത്തിൽ കല്ലെറിയുമ്പോൾ ഉണ്ടാകുന്ന ഓളങ്ങളുമായി താരതമ്യപ്പെടുത്താം. നിങ്ങൾ ഇടയ്ക്കിടെ മാത്രം വെള്ളത്തിൽ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ ആ ഓളങ്ങൾ കുളത്തിൻ്റെ മൊത്തത്തിലുള്ള വ്യാപ്തത്തിൽ എളുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോകും. ബഹിരാകാശത്തിൻ്റെ ആഴവും നാഗരികതയുടെ തോതും പരിഗണിക്കുമ്പോൾ ഈ സാമ്യം വ്യക്തമാണ്. ഒരു നാഗരികത തീയും ചക്രവും ഉപയോഗിക്കാൻ പഠിച്ചു വരുമ്പോൾ തന്നെ മറ്റൊന്ന് ഒരു ആണവ യുദ്ധത്തിലോ മറ്റേതെങ്കിലും കാരണത്താലോ ഇതിനോടകം മരിച്ചു പോയിട്ടുണ്ടാകും. കോടിക്കണക്കിന് പാർസക്കുകൾ വിസ്തൃതിയുള്ള കോടാനുകോടി വർഷങ്ങളോളമായി നിലനിൽക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിൽ നാഗരികതകൾ പരസ്പരം കാണാതെ പോകുവാനുള്ള സാധ്യത എന്നത് ഒരു കുളത്തിലെ ഓളങ്ങളെക്കാളും വളരെ കൂടുതലാണ്. ചരിത്രത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. എത്ര തവണയാണ് മനുഷ്യരാശി നാശത്തിൻ്റെ വക്കിലെത്തിയത്? 2020 സംഭവിച്ച കോവിഡ് മഹാമാരി തന്നെ നമുക്കെടുക്കാം. ഈ മഹാമാരി നമ്മെ ഓർമ്മിപ്പിച്ചത് നമ്മുടെ മുഴുവൻ നാഗരികതയും ഭൂമിയുടെ വലിയ ചരിത്രത്തിൽ ഒന്നോർത്തെടുക്കുവാൻ പോലും സാധിക്കാത്ത വിധത്തിൽ നശിച്ചു പോയേനെ എന്നാണ്. ഹെൻസൺ നക്ഷത്രാന്തര നാഗരികതയുടെ ഉദയത്തിന് ആവശ്യമായ പരിണാമഘട്ടങ്ങളെ കണക്കാക്കിയെടുത്തു. ജീവിതത്തിന് അനുയോജ്യമായ ഗ്രഹങ്ങളുള്ള ഒരു നക്ഷത്ര സംവിധാനത്തിൻ്റെ രൂപീകരണം. ഗ്രഹങ്ങളിൽ ഒന്നിൽ RNA പോലുള്ള പകർപ്പെടുക്കുവാൻ കഴിയുന്ന തന്മാത്രകളുടെ ഉദയം. വളരെയേറെ ലളിതമായ ഏകകോശ ജീവികളുടെ ഉത്ഭവം. വളരെ സങ്കീർണമായ ഏകകോശ ജീവികളുടെ വികാസം. ലൈംഗിക പ്രത്യുൽപാദനത്തിൻ്റെ ഉദയം. ബഹുകോശ ജീവികളിലേക്കുള്ള പരിണാമം. ഉപകരണങ്ങൾ ഉപയോഗിക്കുവാൻ കഴിവുള്ള ബുദ്ധിയുടെ വികാസം. ബഹിരാകാശം കോളനിവൽക്കരിക്കുവാൻ പര്യാപ്തമായ വികസിത നാഗരികതകൾ. ബഹിരാകാശത്തിലൂടെയുള്ള നാഗരികതകളുടെ വ്യാപനം, അതായത് കോളനിവൽക്കരണം. ദ ഗ്രേറ്റ് ഫിൽറ്റർ സിദ്ധാന്തം അനുസരിച്ച് ഈ ഘട്ടങ്ങളിൽ ഒന്നെങ്കിലും അത്യധികം അസംഭവ്യമാണ്. 1 മുതൽ 8 വരെയുള്ള ഘട്ടങ്ങൾ വളരെ സാധുവാണെങ്കിൽ പ്രപഞ്ചത്തിലെ ധാരാളം നാഗരികതകൾ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ നിലയിലേക്ക് പരിണമിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. എന്നിട്ടും അവരിൽ ആരും 9ാം ഘട്ടത്തിലേക്ക് എത്തിയിട്ടേ ഇല്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ക്ഷീരപഥം കോളനികളാൽ നിറഞ്ഞിരുന്നേ. അതുകൊണ്ട് 9ാം ഘട്ടം അസംഭവ്യമായിരിക്കാം. ഈ ഘട്ടത്തിലേക്ക് കടക്കുന്നതിൽ നിന്ന് നമ്മെ തടയുവാൻ എന്തിനും കഴിയും. ഒരു ആണവ യുദ്ധം, പകർച്ചവ്യാധി, ചിഹ്നഗ്രഹ ആക്രമണം, വിഭവങ്ങളുടെ ശോഷണം, ചില സാമൂഹിക പ്രക്രിയകളോടുള്ള തെറ്റിദ്ധാരണകൾ,
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. ഈ ആശയങ്ങളിൽ നിന്നും അപ്രതീക്ഷിതവും നിരുത്സാഹപ്പെടുത്തുന്നതുമായ ചില പ്രത്യാഘാതങ്ങളും ഉണ്ടാകാം. എങ്കിലും നമുക്കൊന്ന് സയൻസ് ഫിക്ഷനിലേക്ക് കടക്കാം. അടുത്തുള്ള ഗ്രഹങ്ങളിൽ നമ്മൾ ജീവന്റെ സൂചനകൾ കണ്ടെത്തി എന്ന് സങ്കല്പിക്കുക. അത് സൂചിപ്പിക്കുന്നത് എന്താണ്? ജീവൻ സ്വതന്ത്രമായി വിവിധ ഗ്രഹങ്ങളിൽ ഉണ്ടാകാൻ കഴിയുമെന്നും അത് വളരെ സാധാരണമായ ഒരു പ്രതിഭാസമാണ് എന്നുമാണ്. നമ്മുടെ അയൽക്കാരനായ ചൊവ്വയിലെ മണ്ണിലോ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിലെ മഞ്ഞിനടിയിലുള്ള സമുദ്രങ്ങളിലോ നമുക്ക് ഏറ്റവും ലളിതമായ ജീവരൂപങ്ങളെ കണ്ടെത്തി കഴിഞ്ഞാൽ ഗ്രേറ്റ് ഫിൽറ്റർ പരിണാമത്തിൻ്റെ ഈ ഘട്ടത്തിന് ശേഷമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് എന്നാണ് അർത്ഥം. അതല്പം അസ്വസ്ഥതയുണ്ടാക്കിയേക്കാം. പക്ഷേ ഗ്രേറ്റ് ഫിൽറ്റർ നമ്മുടെ ഭൂതകാലത്തിലാണ് എന്നും നമുക്കിതിനോടകം മറികടന്നു എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഒരുതരം ബഹുകോശ ജീവി പോലുള്ള കൂടുതൽ പുരോഗമിച്ച ഒരു ജീവരൂപത്തെയാണ് കണ്ടെത്തുന്നത് എങ്കിൽ അത് സാർവത്രിക ജീവന്റെ സമയരേഖയിൽ നിന്നും കൂടുതൽ സാധ്യതയുള്ള ഗ്രേറ്റ് ഫിൽറ്റർ കാലഘട്ടങ്ങളെ നീക്കം ചെയ്യാം. ഗ്രേറ്റ് ഫിൽറ്റർ നമ്മുടെ ഭാവിയിലാണ് വരാൻ പോകുന്നത്, ഭൂതകാലത്തിലല്ല എന്ന സാധ്യത അത് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. എന്നാൽ കശേരുക്കൾ പോലുള്ള വളരെ സങ്കീർണമായൊരു ജീവരൂപത്തിൻ്റെ ഫോസിലുകളാണ് നമ്മൾ കണ്ടെത്തുന്നത് എങ്കിൽ അത് കണ്ടെത്തൽ വിസ്മയകരവും അതുപോലെ തന്നെ ദുരന്തപൂർണവുമായിരിക്കും. ഈ സാഹചര്യത്തിൽ ഗ്രേറ്റ് ഫിൽറ്റർ ഇപ്പോഴും നമ്മുടെ മുന്നിലാണ് എന്ന് നമുക്ക് പരിഗണിക്കേണ്ടി വരും. നിക് ബോസ്ട്രോം പറഞ്ഞ പോലെ അത്തരമൊരു കണ്ടെത്തൽ വാർത്താ തലക്കെട്ടുകളിൽ വരാവുന്നതിൽ വെച്ച് ഏറ്റവും മോശം വാർത്തയായിരിക്കും. എന്തുകൊണ്ടായിരിക്കും അത്? എല്ലാറ്റിലുമുപരി അത്തരമൊരു കണ്ടെത്തൽ ജീവൻ വ്യാപകമാണ് എന്ന് സൂചിപ്പിക്കുന്നു. അത് നല്ലതല്ലേ? പക്ഷേ ഈ വലിയ മൗനം സൂചിപ്പിക്കുന്നത് പ്രകാരം കോടിക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ ഒരു നാഗരികതയ്ക്കും ഈ ഗ്രേറ്റ് ഫിൽറ്ററിനെ മറികടക്കുവാൻ കഴിഞ്ഞിട്ടേയില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിരിക്കും എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കാരണമുണ്ടോ? പ്രപഞ്ചത്തിൽ എല്ലായിടത്തും അന്യഗ്രഹ ജീവികളുടെ സൂചനകൾ നമ്മൾ കണ്ടെത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുക. പക്ഷേ നമ്മൾ സൂചനകൾ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ജീവനുള്ളതോ വികസിതമായതോ ആയ നാഗരികതകൾക്ക് ഒരു തെളിവുമില്ല. പ്രപഞ്ചത്തിൽ സങ്കീർണമായ ജീവരൂപങ്ങളുടെ നിലനിൽപ്പിന് തർക്കമില്ലാത്ത തെളിവുകൾ ലഭിക്കുകയും അതേസമയം നമുക്ക് അവരുമായി ബന്ധപ്പെടാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതിലുപരി നമ്മുടെ നാഗരികത, നമ്മുടെ സ്വഭാവം പോലും മനസ്സിലാക്കുവാൻ കഴിയാത്ത അനിവാര്യമായ ഗ്രേറ്റ് ഫിൽറ്റർ കാരണം നശിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നമ്മുടെ വെറും സങ്കല്പങ്ങൾ മാത്രമാണ്. എങ്കിലും നമ്മുടെ ഈ മനുഷ്യ സ്വഭാവം നമ്മെ വലിയ ശുഭാപ്തി വിശ്വാസത്തോടെയും കൗശലത്തോടും കൂടി ഭാവിയെ കാണുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ കൗശലമാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്തെന്ന് വിശദീകരിക്കുവാൻ മറ്റു ബദൽ സിദ്ധാന്തങ്ങൾ കൊണ്ടുവരുവാൻ പല ശാസ്ത്രജ്ഞരെയും ബുദ്ധിജീവികളെയും സഹായിച്ചിട്ടുള്ളത്. ഈ സിദ്ധാന്തങ്ങളിൽ പലതും വിചിത്രമായവയാണെങ്കിലും അവ വ്യാപകമായി ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ചില വിചിത്രമായ ഊഹാപോഹങ്ങൾ പരിഗണിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സാമാന്യബോധത്തെ താൽക്കാലികമായി നിർജീവമാക്കി വെക്കേണ്ടതുണ്ട്. ഇത് അശാസ്ത്രീയമായ ഒന്നല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജിയോർഡാനോ ബ്രൂണോ സൂര്യൻ ഭൂമിയല്ല, ഭൂമി സൂര്യനെയാണ് വലം വയ്ക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞ സത്യം അക്കാലത്തെ നിലവാരമനുസരിച്ചുള്ള സാമാന്യബോധത്താൽ നയിക്കപ്പെടുന്നതായിരുന്നില്ല. അതിൻ്റെ പേരിൽ അന്ന് അദ്ദേഹത്തെ വധിച്ചവരായിരുന്നു അക്കാലത്ത് ഏറ്റവും സാമാന്യബോധമുള്ളവർ. വളരെ വിചിത്രമായൊരു ഊഹാപോഹമാണ് ഡാർക്ക് ഫോറസ്റ്റ്. എന്നാൽ ഈ സിദ്ധാന്തം ഭയവും ആശങ്കയും ഉണ്ടാക്കാൻ സാധ്യതയുമുണ്ട്. ചൈനീസ് സയൻസ് ഫിക്ഷൻ എഴുത്തുകാരനായ ലിയു സിക്സിൻ ഫെർമി പാരഡോസ് വിശദീകരിക്കുവാൻ ഡാർക്ക് ഫോറസ്റ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചു. ചുരുക്കത്തിൽ പ്രപഞ്ചത്തിലെ ജീവന്റെ പരിണാമം വികസിത നാഗരികതകൾക്കിടയിലൂടെ നിരന്തരമായ മത്സരത്തിൻ്റെയും അതിജീവനത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് അതിൽ പറയുന്നത്. അതിനാൽ കാര്യമായി വികസിച്ച ഏത് നാഗരികതയും എതിരാളികളാൽ ആക്രമിക്കപ്പെടാതിരിക്കുന്നതിനു വേണ്ടി അതിൻ്റെ നിലനിൽപ്പിനുള്ള തെളിവുകൾ ശ്രദ്ധാപൂർവം മറ്റുള്ളവരിൽ നിന്നും മറച്ചുവെക്കുന്നു. തെളിവുകൾ പുറത്തുവിടുന്ന ചെറുപ്പക്കാരായ നാഗരികതകൾ ഇരുണ്ട വനത്തിലൂടെ നടക്കുന്ന അപരിചിതരായ സഞ്ചാരികളെ പോലെയാണ്. അവിടെ ആരുമില്ലെന്ന് അവർ വിചാരിക്കുന്നു. പക്ഷേ മതിയായ ശബ്ദമുണ്ടായിക്കഴിഞ്ഞാൽ താമസിയാതെ അയാൾ ഒരു വേട്ടക്കാരനാൽ ആക്രമിക്കപ്പെടും. അന്യഗ്രഹ ജീവികൾക്കായി നമ്മൾ നിരന്തരം ബഹിരാകാശത്തേക്ക് സിഗ്നലുകൾ അയക്കുന്നതിനെക്കുറിച്ച് സ്റ്റീഫൻ ഹോക്കിംഗ് പ്രകടിപ്പിച്ച ആശങ്കകൾ ഇതിനോട് യോജിക്കുന്നവയാണ്. അത്തരം പ്രവർത്തനങ്ങൾ വളരെ നിഷ്കളങ്കവും അശ്രദ്ധവുമാണ് എന്നും അത്തരം ശ്രമങ്ങൾ കാരണം ആരെങ്കിലും നമ്മെ കണ്ടെത്തുകയാണെങ്കിൽ അത് നമുക്ക് വളരെയേറെ മോശമായി അവസാനിക്കുമെന്നും ഹോക്കിംഗ് വാദിച്ചു. ദക്ഷിണ അമേരിക്കൻ നാഗരികതയുടെ ചരിത്രം തന്നെ ഈ വാദത്തിന് വളരെ വ്യക്തമായൊരു തെളിവാണ്. സെറെൻഗെറ്റി ദേശീയോദ്യാനം. അടുത്ത ഈ ആശയം തികച്ചും ഭ്രാന്തമായി തോന്നിയേക്കാം. ഇതൊരു വലിയ പ്രകൃതി സംരക്ഷിത മേഖലയാണ്. ഇവിടുത്തെ മൃഗങ്ങൾക്ക് മനുഷ്യനാഗരികത നിലനിൽക്കുന്നേയില്ല. അവ ബുദ്ധിയുള്ളവരാണെങ്കിൽ അവരും ചിന്തിക്കുന്നുണ്ടാകും,
എല്ലാവരും എവിടെയാണ്? ചെറിയ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയോദ്യാനം എന്ന സങ്കല്പം പോലുമില്ല. ഒരു ഉറുമ്പിനോ ചിത്രശലഭത്തിനോ മനുഷ്യൻ എന്നത് വളരെയേറെ വലിപ്പം കൂടിയതും ഭീഷണിയായി തീരുന്നതുമായ ജീവവർഗമായി തോന്നുകയില്ല. മറിച്ച് അവർ നേരിട്ട് കണ്ടും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മഴ, കാറ്റ്, സൂര്യപ്രകാശം, തണുപ്പ് കാലം, വേനൽക്കാലം എന്നിവ പോലുള്ള പ്രകൃതിയുടെ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു പ്രതിഭാസം മാത്രമായിട്ടാണ് തോന്നുക. ഒരുപക്ഷെ ആരെങ്കിലും നമ്മുടെ ലോകത്തെ ഒരു പ്രകൃതി സംരക്ഷണ കേന്ദ്രമായി കണക്കാക്കിയിട്ടുണ്ടാകാം. നമ്മുടെ ലോകം എന്നതുകൊണ്ട് ഭൂമി മാത്രമല്ല, മുഴുവൻ പ്രപഞ്ചത്തെയുമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആ അജ്ഞാതരായ ശക്തരായ സൃഷ്ടാക്കളെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. നമ്മുടെ മനസ്സിന് അവരെ മനസ്സിലാക്കുവാനും കഴിഞ്ഞെന്ന് വരില്ല. ഇത് അവിശ്വസനീയമായി തോന്നുന്നുണ്ട്, അല്ലേ? ഇതുകൊണ്ടും തീർന്നില്ല. ഇനി നമ്മൾ ശാസ്ത്രത്തിൻ്റെ അതിർവരമ്പുകളിലൂടെയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന കോടാനുകോടി ഗ്രഹങ്ങൾക്കുള്ളിൽ എവിടെയാണ് അവരെല്ലാം മറഞ്ഞിരിക്കുന്നത്? പണ്ട് നിരന്തരം ഭൂമി സന്ദർശിച്ചുകൊണ്ടിരുന്ന, പിരമിഡുകൾ പോലും നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന ആ അന്യഗ്രഹ ജീവികളെല്ലാം ഇന്ന് എവിടെയാണ് മറഞ്ഞിരിക്കുന്നത്?